ഓക്കെ, നമ്മൾ ഇന്ന് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ ഡി എങ്ങനെയാണ് നമുക്ക് ഫോട്ടോഷോപ്പിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. ത്രീ ഡി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് വെർഷൻസിൽ നമുക്ക് എങ്ങനെയാണ് 3D സോഫ്റ്റ്വെയറിൽ ചെയ്യാൻ പറ്റുന്ന അത്രയ്ക്കും മനോഹരമായിട്ട് നമുക്ക് ഫോട്ടോഷോപ്പിലും ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനൊരു ജസ്റ്റ് ഒരു പിക്ചറിനെ ഇമ്പോർട്ട് ചെയ്തു. നമ്മുടെ സാധാരണ ഒരു ലെയറിൽ ഒരു പിക്ചറിനെ ഞാൻ ഇമ്പോർട്ട് ചെയ്തു. എന്നിട്ട് ഞാൻ അതിൻ്റെ അകത്തൊരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാൻ പോകണം. ഇപ്പോൾ ഈ ഫോട്ടോഷോപ്പ് ലെയറിൻ്റെ അകത്ത് മീൻസ് ഒന്നുമില്ല, ഒരു ബാക്ക്ഗ്രൗണ്ട് പിക്ചർ മാത്രമേ ഇപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ സീനിൻ്റെ അകത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റിന്റെ അകത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെക്സ്റ്റിനെ ടൈപ്പ് ചെയ്ത ശേഷം അതിനെ ഞാൻ 3D ആക്കാൻ പോവുകയാണ്. അപ്പൊ 3D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോഷോപ്പിൽ അത് ബാക്കി 3D സോഫ്റ്റ്വെയറിലെ പോലെ അത്രയ്ക്ക് പവർഫുൾ ആക്കാൻ പറ്റില്ലെങ്കിലും ഏകദേശം അവർ ഒരുവിധം പവർഫുൾ ആക്കിയിട്ടുണ്ട് പുതിയ വെർഷൻസിലൊക്കെ. അപ്പൊ നമുക്ക് ആ ഒരു എക്സ്ട്രാ ഒരു ഓപ്ഷൻ കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയൽ, എഡിറ്റ്, ഇമേജ്, ലെയർ, ടൈപ്പ്, സെലക്ട്, ഫിൽറ്ററിന്റെ അകത്ത് ഇവിടെ 3D എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഈ ഒരു ഓപ്ഷനാണ് അവർ നമുക്ക് ആക്ടിവേറ്റ് ആക്കി തന്നിട്ടുള്ളത് പുതിയതിൽ. അപ്പോൾ നമുക്ക് 3D എത്രയും അതിൽ നമുക്ക് ബിൽഡ് ചെയ്യാന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, ഫൈൻ. അപ്പോൾ 3D എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വ്യൂവിൻ്റെ അകത്ത് വിൻഡോയ്ക്കകത്ത് 3D എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. വിൻഡോയ്ക്കകത്ത് 3D അത് ആക്റ്റീവ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ലെയറിൻ്റെ അകത്ത് 3D എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റുള്ളൂ. മനസ്സിലായോ? വിൻഡോയ്ക്കകത്ത് 3D പോയി കഴിഞ്ഞാൽ ആ 3D ഓപ്ഷൻ ഡീആക്ടിവേറ്റ് ആവും. വീണ്ടും 3D എടുക്കുക. ഓക്കെ, എല്ലാം നമ്മൾ വിൻഡോയ്ക്കകത്ത് നിന്നാണ് എടുക്കുന്നത്, അറിയാമല്ലോ. എല്ലാം നമ്മൾ ലെയർ ഹൈഡ് ചെയ്താലും നമുക്ക് വിൻഡോയ്ക്കകത്ത് തന്നെയാണ് നമ്മൾ ലെയേഴ്സും എടുക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് 3D എന്ന് പറഞ്ഞ ഓപ്ഷനും വിൻഡോയ്ക്കകത്ത് നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ എന്നുള്ളത് പറഞ്ഞാൽ ഒരു പ്രോപ്പർട്ടീസ് എപ്പോഴും എടുത്തു വയ്ക്കുക. കാരണം 3D എടുക്കുന്ന സമയത്ത് എല്ലാത്തിൻ്റെ പ്രോപ്പർട്ടി നമുക്ക് അല്ലെങ്കിൽ അറിയാൻ പറ്റത്തില്ല. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഇതാണ്ട് പ്രോപ്പർട്ടി. ഇപ്പോൾ ഡോക്യുമെന്റ് എടുത്താൽ തന്നെ അതിൻ്റെ പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ കാണിക്കുന്നത്. വിഡ്ത്ത്, ഹൈറ്റ്, എക്സ്, വൈ, റെസൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ ഡോക്യുമെന്റിന്റെ പ്രോപ്പർട്ടി 3D വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രോപ്പർട്ടീസ് എടുത്താൽ മാത്രമേ നമുക്ക് 3Dക്കകത്ത് ഇൻഡെപ്തിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എക്സ്ട്രൂഡ് ചെയ്യണോ, ബെവൽ ചെയ്യണോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതൊക്കെ എന്താണ് നമുക്ക് നോക്കാം ഇപ്പോൾ. ഓക്കെ, നമ്മൾ അടുത്ത ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലെയറിനെ അൺലോക്ക് ആക്കിയ ശേഷം ഞാനൊരു പുതിയ ലെയർ ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. അതിന് ടെക്സ്റ്റ് ലെയർ ആണ്. ജസ്റ്റ് ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്തു. ഞാനിപ്പോൾ ജസ്റ്റ് എൻ്റെ പേര് തന്നെ ടൈപ്പ് ചെയ്തു. ഓക്കെ, ടൈപ്പ് ചെയ്ത ശേഷം ഇതിപ്പോൾ എന്താണ്, ഒരു ടെക്സ്റ്റ് ലെയർ മാത്രമാണിത്. ഓക്കെ, അപ്പോൾ 3Dയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 3Dയിൽ നമുക്ക് റെൻഡറിങ് എന്ന് പറഞ്ഞ പ്രോസസ്സ് ഉണ്ട്. റെൻഡർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും. നമ്മൾ എന്തൊക്കെയാണ് അതിൻ്റെ അകത്ത് മെറ്റീരിയൽസ് കൊടുക്കുന്നത്, മെറ്റീരിയൽസ് അങ്ങനെ ഗ്ലോനെസ് കൊടുക്കുന്നത്, അതേപോലെ എക്സ്ട്രൂഡ് ചെയ്യുന്നത്, അതിനനുസരിച്ച് നമ്മുടെ സിസ്റ്റം ഹെവി ആവാനുള്ള ചാൻസ് ഉണ്ട് റെൻഡർ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ അത്രയ്ക്കും നല്ല സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ സ്പീഡിൽ റെൻഡർ ആവും. പിന്നെ നമ്മൾ കൊടുക്കുന്ന മെറ്റീരിയൽസിൻ്റെ പിന്നെ സൈസ്, പ്രോപ്പർട്ടീസ്, അതേപോലെ വാല്യൂസ് അനുസരിച്ചിരിക്കും അത് ഹെവി ആവുന്നത്. കാരണം എന്ന് വെച്ചാൽ 3D സോഫ്റ്റ്വെയറിൻ്റെ ഒരു അത്യാവശ്യ സംഭവങ്ങൾ അവർ ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് ഹെവി ആവുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് ലെയറിനെ ഞാൻ 3D ആക്കാൻ പോവുകയാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് 3D എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കാണാമല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ 3D എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു അതിൻ്റെ അകത്ത് പ്രോപ്പർട്ടി എപ്പോഴും ആക്റ്റീവ് ആക്കി ഇടുന്നെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പ്രോപ്പർട്ടി ടാബ് ഇവിടെ ആക്റ്റീവ് ആക്കി ഇട്ടിട്ടുണ്ട്. 3Dക്കകത്ത് പോവുക, ന്യൂ എക്സ്ട്രൂഷൻ ഫ്രം സെലക്റ്റഡ് ലെയർ. അതിൽ ഏതാണ് 3D ആക്കുന്നത് അത്. അപ്പം ഞാൻ സെപ്പറേറ്റ് ലെയറിലുള്ള ടെക്സ്റ്റ് ഒബ്ജക്റ്റിനാണ് ഞാൻ 3D ആക്കുന്നത്. അതുകൊണ്ട് ന്യൂ 3D എക്സ്ട്രൂഷൻ ഫ്രം സെലക്റ്റഡ് ലെയർ ഞാൻ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യാം. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് എന്തായി, ഒരു 3D ലെയർ ആയിട്ട് ഇത് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ 3D ലെയറിൻ്റെ അകത്ത് ഒരുപാട് സംഭവങ്ങളുണ്ട്. എൻവയോൺമെൻ്റ് ഉണ്ട്, സീനുണ്ട്, കറണ്ട് വ്യൂ ഉണ്ട്, ഇൻഫിനിറ്റ് ലൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ കൊടുത്തിരിക്കുന്ന ഇപ്പോൾ എന്ത് ലെറ്റർ ആയിരുന്നല്ല ആ ലെറ്ററിനെ തന്നെ അവർ പല രീതിയിലുള്ള മെറ്റീരിയൽ അതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട്, ബെവൽ ചെയ്തിട്ടുണ്ട്, എക്സ്ട്രൂഡ് ചെയ്തിട്ടുണ്ട്, ബാക്ക് ലെവലിന് മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്, അടുത്തതിൽ മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്, ബൗണ്ടറി കൊടുത്തിട്ടുണ്ട്, കൺസ്ട്രെയിൻ കൊടുത്തിട്ടുണ്ട്. ഇത്രയും സംഭവങ്ങൾ കട്ടായിട്ടാണ് ഈ ഒരു 3D അറ്റ്മോസ്ഫിയറിലോട്ട് അത് വന്നിട്ടുള്ളത്. മനസ്സിലായ സംഭവം? ഇതെല്ലാം അതിൻ്റെ പ്രോപ്പർട്ടീസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡീഫോൾട്ട് ആയിട്ട് അതിൻ്റെ ഒരു ക്യാമറ ഉണ്ട്. ഞാൻ അതിൽ ക്ലിക്ക് ചെയ്യുമ്പം ഇപ്പം നമ്മൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഡീഫോൾട്ട് ആയിട്ടുള്ള ക്യാമറ ഉണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കറണ്ട് വ്യൂ ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇതെല്ലാം ഇങ്ങനെ സ്പ്ലിറ്റ് ആവും എന്ന് പറഞ്ഞു. ഡീഫോൾട്ട് ക്യാമറ, അതുപോലെ തന്നെ പേര്, അതിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിച്ചു പോകുന്ന കാണാമല്ലോ, ഇങ്ങനെ തിരിച്ചു പോകുന്നതായിട്ട് കാണാം. അപ്പോൾ അതിൻ്റെ അകത്താണ് ഈ ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന 3D പ്രോപ്പർട്ടി ആയിട്ട് മാറിയത് ഈ ഒരു പർട്ടിക്കുലർ ഏരിയ. പിന്നെ സീനുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സീനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടീസ് കാണാൻ പറ്റും സീനിൻ്റെ അകത്ത്. അതുപോലെ ഇപ്പോൾ പേരിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പേരിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടീസ് ഇവിടെ കാണാൻ പറ്റും. ഡീഫോൾട്ട് ക്യാമറ ആണെന്നുണ്ടെങ്കിൽ ഡീഫോൾട്ട് ക്യാമറയുടെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടീസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് വെച്ചുകൊണ്ട്
നമുക്ക് ഈ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടീസ് എന്താണെന്ന് നോക്കാം. ഏതിന്റെ പ്രോപ്പർട്ടി? കറണ്ട് വ്യൂവിന്റെ പ്രോപ്പർട്ടി എന്താണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, കറണ്ട് വ്യൂവിന്റെ അകത്ത് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ അകത്ത് കാണിക്കുന്നുണ്ട് കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാവോ? കോർഡിനേറ്റ്സ്. ഓക്കെ, അത് ഈ നിൽക്കുന്നത് കറക്റ്റ് പെർസ്പെക്റ്റീവ് ആണോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പോലെ എന്താണ് പെർസ്പെക്റ്റീവ്, പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തല്ലോ. പെർസ്പെക്റ്റീവ്, പല പല ടൈപ്പ് ഓഫ് ഡയഗണൽ ഏരിയാസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ അത് കറക്റ്റ് ആ ഒരു ലൈൻസിൽ തന്നെയാണ് ഈ ഒരു ലാൻഡ്സ്കേപ്പിൽ നമ്മൾ വെച്ചിരിക്കുന്ന ഒബ്ജക്ട്സും ലാൻഡ്സ്കേപ്പും തമ്മിൽ കറക്റ്റ് പ്രോപ്പർട്ടിയിലാണോ ഇരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുക. അപ്പോൾ അതിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് ഈ എക്സ് ആക്സിസും കണ്ടോ, വൈ ആക്സിസും ഉപയോഗിച്ച് നമുക്ക് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡൗൺ ആക്കാം. കണ്ടോ? അപ്പോൾ അതിന്റെ പേരെന്തായിരുന്നു? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു. എന്തായിരുന്നത്? പെർസ്പെക്റ്റീവിന്റെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പെർസ്പെക്റ്റീവ്സ്, ലീനിയർ പെർസ്പെക്റ്റീവ്, അതല്ലാതെ ഒരു സംഭവം നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. രണ്ട് ലൈൻസ് തമ്മിൽ മെർജ് ചെയ്യുന്ന ഒരു സ്ഥലം, വാനിഷിംഗ് പോയിന്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇതിന്റെ വാനിഷിംഗ് പോയിന്റ് അനുസരിച്ചാണ് ഇത് ഇരിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് സോർട്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു ലൈൻസ് വെച്ചിട്ട് നമുക്ക് സോർട്ട് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഗ്രിഡാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് കറണ്ട് വ്യൂവിലുള്ള നമ്മൾ ഗ്രിഡാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, വേറെ ഒന്നുമല്ല. വൈ ആണെങ്കിൽ വൈയിൽ കണ്ടോ ഗ്രിഡ് താഴ്ന്ന കണ്ടോ? നമുക്ക് ഏത് ഏരിയയിൽ വേണമെങ്കിലും നമുക്ക് ഗ്രിഡിനെ താഴ്ത്താം, അതിനനുസരിച്ച് അതിന്റെ പെർസ്പെക്റ്റീവ് വെച്ച്. അതുപോലെ തന്നെ അങ്ങോട്ട് തള്ളണമെന്നുണ്ടെങ്കിൽ കണ്ടോ, സി ആക്സിസ് വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് തള്ളാം. അതുപോലെ തന്നെ എക്സ് ആക്സിസ് വെച്ചിട്ട് അത് കംപ്ലീറ്റ് കറക്റ്റ് 3Dയുടെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഇപ്പോൾ ഇത് മൂവ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു 2D പ്ലാറ്റ്ഫോം ആണെന്ന് വിചാരിക്കേണ്ട. ഇപ്പോൾ 3D നിൽക്കുമ്പോൾ 3Dയുടെ പ്രോപ്പർട്ടിയാണ് അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫൈൻ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ കോർഡിനേറ്റ്സ് ആണ് എടുത്തത്. ഇത് വീണ്ടും ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഇത് കോർഡിനേറ്റ്സിലാണ് നിൽക്കുന്നത്. കോർഡിനേറ്റ്സ് മീൻസ് എന്തിന്റെ കോർഡിനേറ്റ്സ്? 3D ആക്സിസിന്റെ കോർഡിനേറ്റ്സ് അല്ലെങ്കിൽ ഗ്രിഡിന്റെ കോർഡിനേറ്റ്സിലാണ് നിൽക്കുന്നത്. ഓക്കെ, പിന്നെ ഞാൻ രണ്ട് ഷോർട്ട് കട്ടും കൂടെ പറയാം. എം അടിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഏതിൽ കയറിപ്പോവും? ഫോട്ടോഷോപ്പ് വ്യൂവിൽ കയറിപ്പോവും. വി അടിച്ചു കഴിഞ്ഞാൽ വീണ്ടും 3Dയിലോട്ട് വരാം. അപ്പോൾ എം അടിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഫോട്ടോഷോപ്പ് വ്യൂവിൽ കയറിപ്പോവും. വി അടിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് 3D വ്യൂ എടുക്കാൻ പറ്റും. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഫോട്ടോഷോപ്പിന്റെ വ്യൂവിൽ പോകണം, എം അടിക്കുക. വി അടിച്ചു കഴിഞ്ഞാൽ വീണ്ടും 3Dയിലെ പ്രോപ്പർട്ടിയിലോട്ട് വരും. ഓക്കെ, അതിനുശേഷം അപ്പോൾ ഞാൻ പറയാണ്, ഞാൻ ഈ തൊട്ടടുത്തുള്ള ഇതിലും ക്ലിക്ക് ചെയ്യുക. അത് കറണ്ട് വ്യൂ ആണ്. ഇതിന്റെ സിമ്പിൾ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും കറണ്ട് വ്യൂ ആണ്. അതിലൊരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഞാൻ പറയണ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത കോർഡിനേറ്റ് ഇതാണ് സംഭവം. ഫിക്സഡ് കോർഡിനേറ്റ് ആണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എക്സ് ആണെങ്കിൽ എക്സ് കോർഡിനേറ്റ്, ഇതാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കറക്റ്റ് കോർഡിനേറ്റ് എന്ന് വിചാരിക്കുക. എനിക്കിത് ലോക്ക് ചെയ്യണം, ഈ ക്യാമറ ലോക്ക് ചെയ്യണമെന്ന് തന്നെ വിചാരിക്കുക. ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത ശേഷം വ്യൂവിൻ്റെ അകത്ത് ഒരു കസ്റ്റം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. കണ്ടോ? കസ്റ്റം. ഓക്കെ, ആ കസ്റ്റം വ്യൂവിൻ്റെ അകത്ത് നമുക്ക് വേണമെങ്കിൽ നമ്മളെ ലേഔട്ട് അങ്ങ് സേവ് ചെയ്യാം. മീൻസ് ഇതിന് അനങ്ങത്തില്ല ലേഔട്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടെ ഫോക്കൽ ലെങ്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടോ, ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഫോക്കൽ ലെങ്ത്, അതുപോലെ ഡിസ്റ്റൻസ്, എത്രത്തോളം ഡിസ്റ്റൻസ്, ഡെപ്ത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഡെപ്ത്, ഷാഡോ ഡെപ്ത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡിസ്റ്റൻസ് എത്ര ദൂരം നിൽക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. 3D ആയതുകൊണ്ട് തന്നെ ഇത് കുറച്ച് ഹാങ് ആവും, അതും കൂടെ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം ഞാൻ പറയണേ എനിക്ക് ഇങ്ങനെ തന്നെ നിന്നാൽ മതി ഈ ഒരു കോർഡിനേറ്റിൻ്റെ അകത്ത്. അപ്പം ഞാൻ പറയണേ ഈ കോർഡിനേറ്റ് എൻ്റെ കറണ്ട് വ്യൂ ആണ്. അപ്പം ഞാൻ എനിക്കൊരു പേര് കൊടുക്കണം ഈ കറണ്ട് വ്യൂവിന്. അതിന് വേണ്ടിയിട്ട് ഞാൻ വ്യൂവിൻ്റെ അകത്ത് കസ്റ്റം വ്യൂ മാറ്റിയിട്ട് സേവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുക്കുകയാണ്. അപ്പോൾ വാനിഷിംഗ് പോയിന്റ് ഒക്കെ പ്രോപ്പർ ആണോ നോക്കുക. ഈ ഒരു പിക്ചറിനും വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വാനിഷിംഗ് പോയിന്റും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം കറക്റ്റ് ആണോ നോക്കുക. വാനിഷിംഗ് പോയിന്റ് ഗ്രിഡും കാര്യങ്ങളും എല്ലാം കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം ഞാൻ അവിടെ സേവ് ചെയ്യാൻ പോവുകയാണ്. ക്ലിക്ക് ചെയ്യുക. എൻ്റെ പേര് എന്ത് വേണമെങ്കിലും കൊടുത്ത് സേവ് ചെയ്യുക. ഞാനിപ്പോൾ എന്ത് കൊടുക്കാം? 3D ക്ലാസ് എന്ന് അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. 3D ക്ലാസ് എന്ന് കൊടുത്തിട്ട് ഞാൻ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഡീഫോൾട്ടായിട്ട് സേവ് ആയി. ഇതാണ്ട 3D ക്ലാസ് ഇവിടെ സേവ് ആയി. പക്ഷേ നിങ്ങൾക്ക് ഡീഫോൾട്ട് ക്യാമറയിൽ പോയാൽ നമ്മളെ ഡീഫോൾട്ട് ക്യാമറ ഇതായിരിക്കും. അതായത് രണ്ട് ക്യാമറ ഇതിൻ്റെ അകത്തുണ്ട്. ഒന്ന് നമുക്ക് ഇഷ്ടമുള്ള ക്യാമറ, നമ്മൾ ഇതിനെ ലോക്ക് ചെയ്ത് വെച്ച ക്യാമറയും, പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഡീഫോൾട്ട് ആയിട്ടുള്ള ഒരു ക്യാമറയും. ഓക്കെ, അപ്പം നമുക്ക് ക്യാമറ എങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കാം. ഇപ്പം ഞാനിപ്പോൾ ഈ ക്യാമറ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ കുറച്ച് സംഭവങ്ങളുണ്ട്. ഓർബിറ്റ് ദ 3D ക്യാമറ, പാൻ ദ 3D ക്യാമറ, ഡോളി ദ 3D ക്യാമറ. അപ്പോൾ ഇത് 3 യൂസ് ചെയ്യാം. ഓർബിറ്റ് ചെയ്യണമെങ്കിൽ ഓർബിറ്റ് ചെയ്യാം. കണ്ടോ, ഇങ്ങനെ ഓർബിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇങ്ങനെ എനിക്കിതിൻ്റെ ഫുൾ ഏരിയ കാണണം. അപ്പോൾ ഷാഡോ എവിടെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് കാണണോ, ഇങ്ങനെ നീക്കാം. അങ്ങനെ നീക്കിയപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റി. അതല്ല, പക്ഷേ എനിക്ക് റെൻഡർ ചെയ്യേണ്ട ഫൈനൽ ഔട്ട്പുട്ട് അതല്ല. അപ്പോൾ ഞാൻ 3D ക്ലാസ്സിൽ ക്ലിക്ക് ചെയ്താൽ പഴയ പോലെ ഇങ്ങനെ വരും.
മനസ്സിലായ സംഭവം? അപ്പോൾ രണ്ട് ക്യാമറയുണ്ട്, ഒരു ക്യാമറ നമ്മൾ ലോക്ക് ചെയ്ത് വെക്കും. ഇത് കറക്റ്റ് ത്രീ ഡിയിലെ ഒരു കൺസെപ്റ്റ് തന്നെയാണ്. രണ്ട് ക്യാമറയുണ്ട്, ഒരു ക്യാമറ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു, ആ ക്യാമറ നമ്മൾ ലോക്ക് ചെയ്ത് വെക്കുന്നു. ഡീഫോൾട്ട് ആയിട്ട് ക്യാമറ വെച്ചിട്ട് നമുക്ക് അതിന് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് അവരെ നീക്കി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഇതാ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ പാൻ ചെയ്യാം, അതെല്ലാം ഇതിനകത്തുണ്ട്. പാൻ എങ്ങനെ വേണമെങ്കിലും പാൻ ചെയ്യാം. അതുപോലെ ഡോളി നീക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അഥവാ പെർസ്പെക്റ്റീവ് ഒക്കെ പുറത്ത് പോയാലും, നമ്മുടെ വാനിഷിംഗ് പോയിന്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പുറത്ത് പോയാലും വീണ്ടും നമുക്ക് 3D ക്ലിക്ക് ചെയ്ത് വീണ്ടും നമുക്ക് നമ്മുടെ അതേ ആക്സസിലോട്ട് കൊണ്ടുവരാം. പിടികിട്ടി അത്രയും സംഭവം എന്താണെന്ന്? ജസ്റ്റ് ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക, കറക്കുക, അത്രേ ഉള്ളൂ. ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കറക്കുക, ഡബിൾ ക്ലിക്ക് അല്ല, ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കറക്കുക. ഓക്കെ, ഇപ്പം നമുക്ക് ഇതിലോട്ട് വന്ന് വീഴുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് നോക്കാം. ഇത് നമ്മൾ പറഞ്ഞ് ഞാൻ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഡീഫോൾട്ട് ക്യാമറയാണ്. ഓക്കെ, ഈ ഡീഫോൾട്ട് ക്യാമറയാണ്, ആദ്യമേ നമ്മൾ കണ്ട ക്യാമറയാണ്. ഇത് കറണ്ട് വ്യൂ ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങളെല്ലാം എന്താ ഇതിൻ്റെ അകത്താണ് കിടക്കുന്നത് കേട്ടോ. ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ ഞാൻ പറഞ്ഞു ടെക്സ്റ്റിൻ്റെ ഫോണ്ട് അവർ പല പല രീതിയിലൊക്കെ ബ്രേക്ക് ചെയ്താണ് ഈ ഒരു 3D എൻവയോൺമെന്റിൽ കൊണ്ടുവന്നത്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഈ ടെക്സ്റ്റിനെ കൺട്രോൾ ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കാം. ഇതിപ്പോൾ നമ്മൾ കൺട്രോൾ ചെയ്തതാണ് ഇതെന്ന് പറഞ്ഞാൽ ഇതിനെയാണ് നമ്മൾ കൺട്രോൾ ചെയ്തത്. ഇനി നമുക്ക് ടെക്സ്റ്റിനെ എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് നോക്കാം. എന്താ, ടെക്സ്റ്റിൽ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക. ഇതുണ്ട്, ടെക്സ്റ്റിനെ സെപ്പറേറ്റ് കൺട്രോൾ ചെയ്യുക. നേരത്തെ നമ്മൾ കൺട്രോൾ ചെയ്തത് ഏതിനായിരുന്നു? ക്യാമറയാണ് കൺട്രോൾ ചെയ്തെങ്കിൽ ഈ പ്രാവശ്യം നമുക്ക് ടെക്സ്റ്റിനെ കണ്ടു. ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക. റൊട്ടേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് റൊട്ടേഷൻ ആക്റ്റീവ് ആവും. ട്രാൻസ്ലേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ട്രാൻസ്ലേഷൻ ആക്റ്റീവ് ആവും. സ്കെയിൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കെയിൽ ആക്റ്റീവ് ആവും. കണ്ടോ? അത് അതായത് ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കാണിക്കും. ഇതിൻ്റെ അകത്ത് ട്രാൻസ്ലേഷൻ കാണും, റൊട്ടേഷൻ കാണും, ഇതുണ്ട്, ഇത് കാണും. ജസ്റ്റ് ഒരേ ആക്സിസിൽ തന്നെ 3 അവർ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് വേണം അവിടെ കൊണ്ടുവയ്ക്കുക. കറക്കണമെങ്കിൽ കറക്കാം, ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടാണെന്ന് ഓർക്കുക. ഒന്ന് നമ്മളെ ക്യാമറ ഹാൻഡിൽ ചെയ്യണതും ഒന്ന് ഇത് ഹാൻഡിൽ ചെയ്യണതും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ പോയാലേ ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഇതിൽ പോയി കഴിഞ്ഞാൽ അടുത്ത വ്യൂ ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്ത ക്യാമറയോ അത് വേണമെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാം. ഓക്കെ, വീണ്ടും ഡീഫോൾട്ട് ക്യാമറയിലോട്ടും പോയി ഇതിലും പോവാം. ഇത് നമ്മൾ ഒറിജിനലി ഇത് ഡീഫോൾട്ട് ക്യാമറ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇങ്ങനെ കറക്റ്റായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇത്രയും പിടികിട്ടിയല്ലോ. അപ്പോൾ ഇനി ഞാൻ എൻ്റെ ടെക്സ്റ്റിനെ നമുക്ക് കുറച്ച് എഡിറ്റ് ചെയ്യാൻ വേണ്ടി, അപ്പോൾ ടെക്സ്റ്റിനെ ക്ലിക്ക് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. ഇതിനെ അങ്ങോട്ട് മാറ്റിയ ശേഷം നമ്മൾ ടെക്സ്റ്റിൻ്റെ പ്രോപ്പർട്ടിയിലോട്ട് പോവുക. ഇതാണ് ടെക്സ്റ്റിൻ്റെ പ്രോപ്പർട്ടീസ്. ഇതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടീസ് ഉണ്ട്. ടെക്സ്റ്റിൻ്റെ ഷേപ്പ്, ടെക്സ്ചർ മാറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം. ഇതിൻ്റെ കളർ നമുക്ക് മാറ്റാം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതവിടെ നിൽക്കട്ടെ. രണ്ടാമത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ നമുക്ക് എക്സ്ട്രൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് അവർ നമുക്ക് ഡീഫോൾട്ടായിട്ട് കുറച്ച് പ്ലഗിൻസ് വന്നിട്ടുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് നോക്കി കഴിയുമ്പോൾ കണ്ട എക്സ്ട്രൂഡിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എക്സ്ട്രൂഡാണ്. ഏത് രീതിയിൽ വേണമെങ്കിലും ഇതിനെ എക്സ്ട്രൂഡ് ചെയ്യാം. ഇതിപ്പോൾ ഇങ്ങനെ ഇരുന്നോട്ടെ. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇതിനെ സ്വല്പം അങ്ങോട്ട് എക്സ്ട്രൂഡ് ചെയ്യാണ്. എക്സ്ട്രൂഡ് കണ്ട ബാക്കിലോട്ട് എക്സ്ട്രൂഡ് ആവുന്നുണ്ടോ? ഇതിപ്പോൾ തിരിച്ച് അത് കാണാൻ പറ്റും. കണ്ടോ, ബാക്കിലോട്ട് ഇത് എക്സ്ട്രൂഡ് ആയിട്ടുണ്ട്. അതേപോലെ എക്സ്ട്രൂഡ് മാത്രമല്ല, എക്സ്ട്രൂഡിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എക്സ്ട്രൂഷൻ ഉണ്ട്. ഇത് ആയി കഴിഞ്ഞ് ഇത് വേറെ ടൈപ്പാണ്. ഇതെന്ന് പറഞ്ഞാൽ വേറെ ടൈപ്പ് ഓഫ് എക്സ്ട്രൂഷനാണ്. അത് എക്സ്ട്രൂഡ് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും. കണ്ടോ, ഇങ്ങനെയാണ്. ഇതെന്ന് പറഞ്ഞാൽ വേറെ ടൈപ്പാണ്. അത് എക്സ്ട്രൂഡ് ചെയ്യുമ്പോൾ വേറെ ടൈപ്പ് ഓഫ് എക്സ്ട്രൂഷൻ. അങ്ങനെ എല്ലാ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്റ്റൈൽസ് അവർ നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ നീക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുക. ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സംഭവങ്ങൾ അവർ നമുക്ക് തന്നിട്ടുണ്ട്. കണ്ടോ, ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഇതിനെ ട്വീക്ക് ചെയ്യാം. ഓക്കെ, ഇത് കുറച്ച് ഹെവി ആയിരിക്കും സംഭവം. ഇതെന്ന് പറഞ്ഞാൽ എക്സാക്റ്റ് 3D സോഫ്റ്റ്വെയർ അതുപോലെ തന്നെ എടുത്തിരിക്കുകയാണ് സംഭവങ്ങളെല്ലാം. ഓക്കെ, എന്നിട്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. പിന്നെ ട്വിസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, അതിലുള്ളതിന് ചെറിയ ഓപ്ഷൻ വ്യത്യാസമായിട്ട് ടാപ്പർ ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസ്. ഹൊറിസോണ്ടൽ ആക്സസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള, ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ആക്സസ് ആണ്. വെർട്ടിക്കൽ ആക്സസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത്, വെർട്ടിക്കൽ ആയിട്ടുള്ള ആക്സസ് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കുറച്ച് നല്ല സംഭവങ്ങൾ തന്നെയാണ്. പിന്നെ അടുത്ത ഷിയർ അങ്ങനെയുള്ള സംഭവം, അത് ഏതിലോട്ട് ചെയ്യണം അതിലോട്ട് നമുക്ക് ചെയ്യാം. അതുപോലെ വെർട്ടിക്കലോട്ട് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് വിചാരിക്കുക, ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെക്സ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് പ്രോപ്പർട്ടി പണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു VFX ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് ഒരു സംഭവം ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ ഒരു വർക്ക് ചെയ്തൊരു ഉദാഹരണം ഞാൻ പറയാം. എനിക്കൊരു ഷോട്ട് ഉണ്ടായിരുന്നു. ആ ഷോട്ടിൻ്റെ മുകളിൽ എനിക്കൊരു ബോർഡ് മാറ്റണം. അപ്പോൾ 3D ആക്കണമെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ മായയിൽ പോയിട്ട് ആ 3D ആക്കി പിന്നെ ഇത് റെൻഡർ ചെയ്ത് അതിൻ്റെ അത് പിന്നെ ഫോട്ടോഷോപ്പിൽ കൊണ്ടുവച്ച് ഇപ്പോൾ അതിൻ്റെ ഒരു സംഭവം നമുക്കില്ല. ജസ്റ്റ് ഇതിൻ്റെ അകത്ത് തന്നെ കംപ്ലീറ്റ് 3D ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യാം, ഈ 3D ജസ്റ്റ് നല്ല ഒരു തിക്നെസ് ഒക്കെ കൂട്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ടൊക്കെ നന്നാക്കിയിട്ട് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഡിസൈനൊക്കെ പ്രോപ്പർ ആക്കിയ ശേഷം നമുക്ക് ആ ഒരു ഒബ്ജക്റ്റിന് എടുത്ത് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് അതിലോട്ട് പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഏത് സോഫ്റ്റ്വെയറിലാണ് ആ സോഫ്റ്റ്വെയറിനനുസരിച്ച് അതിനെ നമുക്ക് പ്ലേസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിടികിട്ടിയോ? ഓക്കെ, അപ്പോൾ വീണ്ടും ഞാൻ ഈ പ്രോപ്പർട്ടിയാണെങ്കിൽ ആ പ്രോപ്പർട്ടിയിലോട്ട് വരിക. ആ പ്രോപ്പർട്ടി എടുത്തിട്ട്
ഇപ്പോൾ കാസ്റ്റ് ഷാഡോ ഉണ്ട്, ഷാഡോ കാസ്റ്റ് ചെയ്യണമെങ്കിൽ ഷാഡോ കാസ്റ്റ് ചെയ്ത് കൊടുക്കുക, വേണ്ടെന്നുണ്ടെങ്കിൽ വേണ്ട. ഷാഡോ പോയതുണ്ടല്ലോ, ഷാഡോ കാസ്റ്റ് ചെയ്യണമെങ്കിൽ ഷാഡോ കാസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എക്സ്ട്രൂഷൻ ഡെപ്ത് നമ്മൾ നേരത്തെ നോക്കിയത്, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കോർഡിനേറ്റ്സ്, ഇത്രയാണ് ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ടുള്ള സംഭവമുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബെവല്, എങ്ങോട്ട് ബെവൽ ചെയ്യണം, ബാക്കിലോട്ട് ബെവൽ ചെയ്യണോ ഫ്രണ്ടിലോട്ട് ബെവൽ ചെയ്യണോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ബെവലിൻ്റെ പ്രോപ്പർട്ടി, വിഡ്ത്ത് എത്രത്തോളം വിഡ്ത്ത് വേണം, ബെവൽ ചെയ്യുമ്പോൾ നമുക്ക് എത്രത്തോളം വിഡ്ത്തിൽ ബെവൽ ചെയ്യണം കേട്ടോ, ആംഗിൾ എങ്ങോട്ട് ആംഗിളിൽ ബെവൽ ചെയ്യണം, സ്ട്രെങ്ത് എത്ര വേണം. ഓക്കെ, നല്ല സിസ്റ്റം ആണെങ്കിൽ പ്രശ്നമില്ല, സിസ്റ്റം മോശമാണെന്നുണ്ടെങ്കിൽ ഇത് അത്രയും വലുതായിട്ട് നന്നായിട്ട് പിടിക്കും മെമ്മറി. ഓക്കെ, ഇത്രയും ഓപ്ഷൻസ് ആണ് ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ടുള്ളത്. കാസ്റ്റ്, ഷാഡോ, പിന്നെ എക്സ്ട്രൂഷൻ, പിന്നെ എക്സ്ട്രൂഷൻ്റെ അകത്ത് തന്നെ എന്തൊക്കെ ചെയ്യാനുള്ളത്, പിന്നെ കോർഡിനേറ്റ്സ് അറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞ കോർഡിനേറ്റ്സ്, അങ്ങനെയുള്ള മീൻസ് ഇതിൻ്റെ കോർഡിനേറ്റ്സ് ആണ്, ഇതിൻ്റെ കോർഡിനേറ്റ്സ് അല്ല. ഓക്കെ ഫൈൻ, പിടികിട്ടിയോ? കോർഡിനേറ്റ്സ് ആണെങ്കിൽ ഒന്നുകൂടെ, കോർഡിനേറ്റ്സ് ഇതിൻ്റെ കോർഡിനേറ്റ്സ് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞ കോർഡിനേറ്റ് അല്ല. കാരണം നമ്മളിപ്പോൾ നിൽക്കുന്ന ഏതിൻ്റെ പ്രോപ്പർട്ടിയിലാണ്? ക്യാമറ പ്രോപ്പർട്ടി അല്ല, ടെക്സ്റ്റിൻ്റെ കോർഡിനേറ്റ്സ് ആണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. കണ്ടല്ലോ, ടെക്സ്റ്റ് എങ്ങനെ നമുക്ക് കറക്കണം, ടെക്സ്റ്റിൻ്റെ കോർഡിനേറ്റ്സ് നമുക്ക് എങ്ങനെ, എക്സ് ആക്സിസ് ഇങ്ങോട്ട് സ്കെയിൽ ചെയ്യണോ, ഇത് മനസ്സിലായി, ഈ കോർഡിനേറ്റ് എക്സ് വൈ ഇസഡ് കോർഡിനേറ്റ് അങ്ങോട്ട് നീങ്ങിപ്പോവും. അതുപോലെ തന്നെ എക്സ് റൊട്ടേഷൻ, ഇതായത് ട്രാൻസ്ലേഷൻ, റൊട്ടേഷൻ, സ്കെയിൽ, കണ്ടോ, റൊട്ടേഷൻ, വൈ റൊട്ടേഷൻ, സി റൊട്ടേഷൻ, ദെൻ സ്കെയിൽ. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നിരിക്കുന്ന കോർഡിനേറ്റ് അവരെല്ലാം തന്നിരിക്കുന്നേ ഉള്ളൂ. ഫൈൻ, ഓക്കെ, ഈ 3 കോർഡിനേറ്റ് വെച്ച് നമുക്ക് അങ്ങനെ ട്വീക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സി ആണ് ഈ സി കോർഡിനേറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് നമുക്ക് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ടെക്സ്റ്റിൻ്റെ പ്രോപ്പർട്ടിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ടെക്സ്റ്റ് മനസ്സിലായല്ലോ സംഭവം എന്താണെന്ന്, ടെക്സ്റ്റ് മനസ്സിലായല്ലോ എന്താണെന്ന്, ടെക്സ്റ്റിൻ്റെ പ്രോപ്പർട്ടി എന്താണെന്നുള്ള കാര്യം. ഇനി നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റിൻ്റെ പ്രോപ്പർട്ടിയാണ്. ലൈറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ലൈറ്റ് സോഴ്സ് ഇവിടെ കാണാൻ പറ്റും. അതുകൊണ്ട് ലൈറ്റിൻ്റെ പ്രോപ്പർട്ടി ഇവിടെ കാണാൻ പറ്റും. ലൈറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ലൈറ്റിൻ്റെ പ്രോപ്പർട്ടി ഇവിടെ ആക്റ്റീവ് ആവും, ലൈറ്റ്. അപ്പോൾ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി എത്രത്തോളം നിങ്ങൾക്ക് കൂട്ടണം, ബ്ലീച്ചായി. അപ്പോൾ ലൈറ്റിൻ്റെ ഒരു സിമ്പിളാണ് അവർ തന്നിട്ടുള്ളത്. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട അതിനനുസരിച്ച് ഷാഡോ മാറുന്നുണ്ട്. ലൈറ്റ് ഇരിക്കുന്നതനുസരിച്ച് ലൈറ്റിൻ്റെ ഷാഡോ നമുക്ക് ട്വീക്ക് ചെയ്യാൻ പറ്റും. ഷാഡോ ഇത് മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഇതാണ്. അതിൻ്റെ ഒരു ടാൻജന്റ് കണക്കത്തൊരു സംഭവം വെച്ചിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. ലൈറ്റ് സോഴ്സ് ഇതാണ്. ലൈറ്റിൻ്റെ ടാൻജന്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കറക്കുമ്പോൾ ആ സോഴ്സിൽ നിന്ന് ലൈറ്റ് ഇങ്ങോട്ട് എമിറ്റ് ആവും. ഇതാണ് ലൈറ്റ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് ടൈപ്പ് ഉണ്ട്. ടൈപ്പ് നോക്കുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. ഓക്കെ, അതിൻ്റെ അകത്ത് പോയിന്റ് ലൈറ്റ് ഉണ്ട്. ഒരു പോയിന്റ് നിന്ന് എമിറ്റ് ആവുന്ന, നല്ല ഹാങ് ആവും കേട്ടോ ലൈറ്റ്. ഓക്കെ, ഇതിപ്പോൾ പോയിന്റ് ലൈറ്റ് ആണ്. ഇപ്പോൾ പോയിന്റ് ലൈറ്റിൻ്റെ പ്രോപ്പർട്ടി ആകുമ്പോൾ പോയിന്റ് ലൈറ്റിനനുസരിച്ച് മൂവ് ചെയ്യും. അതുപോലെ തന്നെ ഇൻഫിനിറ്റ് ആണെങ്കിൽ ഇൻഫിനിറ്റ് ലൈറ്റ്, അതുപോലെ തന്നെ സ്പോട്ട് ആണെങ്കിൽ സ്പോട്ട് ലൈറ്റ്. സൺ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻഫിനിറ്റ് വെച്ച് കൊടുക്കാം. അതായത് നമ്മൾ എൻവയോൺമെന്റ് ലൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇൻഫിനിറ്റ് ലൈറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഷാഡോ നമുക്ക് കുറച്ചും കൂടെ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറയുന്നത് മെമ്മറി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എന്ത് നമുക്ക് ട്വീക്ക് ചെയ്താലും കുഴപ്പമില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ കോർഡിനേറ്റ് ഉണ്ട്, ലൈറ്റ്സിൻ്റെ കോർഡിനേറ്റ് ഉണ്ട്. എവിടെയാണ് ലൈറ്റ് ഇപ്പം നിൽക്കുന്നത് അങ്ങനെയുള്ള കോർഡിനേറ്റ്സ് നമുക്ക് അനക്കുമ്പോൾ അതിങ്ങനെ അനങ്ങുന്നുണ്ടല്ലോ. എക്സ് കോർഡിനേറ്റ് പോകുമ്പോൾ അത് മാറുന്നുണ്ട്. വൈ ആണെങ്കിൽ വൈ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോർഡിനേറ്റ് കംപ്ലീറ്റ് റീസെറ്റ് ആവും. അപ്പോൾ നമ്മൾ തൽക്കാലം അത് ചെയ്യുന്നില്ല. ഓക്കെ, ഇപ്പോൾ ലൈറ്റിൻ്റെ പ്രോപ്പർട്ടിയാണ് നമ്മൾ നോക്കിയത്. നേരത്തെ ടെക്സ്റ്റ് ആയിരുന്നു, ഇപ്പോൾ ലൈറ്റ്. ഇനി നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ എൻവയോൺമെന്റ് ഉണ്ട്. എൻവയോൺമെന്റിന്റെ പ്രോപ്പർട്ടി ഉണ്ട്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ എൻവയോൺമെന്റിന്റെ പ്രോപ്പർട്ടിയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ടെക്സ്ചറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ലോഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈ ഒരു എഴുതിയിരിക്കുന്ന ഒരു സംഭവം ഇല്ലേ, പേര്, ആ പേര് നിങ്ങൾക്ക് ഏതെങ്കിലും ടെക്സ്ചർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ടെക്സ്ചർ ഇതിൻ്റെ അകത്ത് മാപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് ടെക്സ്ചർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇൻബിൽഡ് ആയിട്ട് കിടക്കുന്ന ടെക്സ്ചർ. കണ്ടോ? അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടെക്സ്ചർ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടെക്സ്ചർ ലോഡ് ചെയ്ത് കൊടുക്കാം. ഫൈൻ. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക, അതിൻ്റെ അകത്ത് എഡിറ്റ് ടെക്സ്ചർ കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ ഇതുമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കുന്ന ടെക്സ്ചർ ഏതാണ്, ആ ടെക്സ്ചർ എന്ന് വെച്ചാൽ ഒന്നുമില്ല, അതൊരു ഫയലാണ്. ജസ്റ്റ് ഒരു എന്താ JPEG അല്ലെങ്കിൽ ഒരു PNG ഒരു ഫയലാണ്. ഇതിപ്പോൾ PSD ഫയലാണ്, ജസ്റ്റ് ഒരു ഫയൽ മാത്രമാണത്. ഓക്കെ, പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ കളറിൻ്റെ ഇൻറ്റൻ ടെക്സ്റ്റ് ആണ്. ടെക്സ്റ്റ് ഇല്ല, ബാക്ക്ഗ്രൗണ്ട് സെപ്പറേറ്റ് ആണ്. നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന കംപ്ലീറ്റ് നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റ് ലെയറിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫയലാണത്. ഇത് കണ്ടോ? അതായത് ആ ഒരു ടെക്സ്ചറിൽ നിന്നാണ് ഈ ലൈറ്റ് ഇപ്പം എമിറ്റ് ആവുന്നത്. ഞാനിത് ഓഫ് ചെയ്യുമ്പോൾ കണ്ട
അത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓഫ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുക, ഇതിൻ്റെ അകത്ത് ഇപ്പോൾ പ്രത്യേകിച്ച് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റില്ല. അത് എനേബിൾ ഇമേജ് ബേസ്ഡ് ലൈറ്റിംഗ് ആണ്. അതായത് ഇമേജിന് ലൈറ്റ് വന്നിട്ട് ആ ഇമേജിന്റെ ലൈറ്റാണ് അവിടെ എമിറ്റ് ചെയ്യുന്നത്. കണ്ടോ, ആ ഇമേജ് ബേസ്ഡ് ലൈറ്റിംഗ് ആണ്. അതായത് ഇപ്പോൾ ലൈറ്റ് ഇപ്പോൾ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ ഒരു പ്രോപ്പർട്ടി. ബാക്ക്ഗ്രൗണ്ടിൽ ഇമേജുമായിട്ട് യാതൊരു ഇത് ബന്ധവുമില്ല. ആ ഇമേജിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ലൈറ്റാണ് വന്ന് അതിൽ എമിറ്റ് ആവുന്നത്. മനസ്സിലായോ സംഭവം? അപ്പോൾ ആ ഇമേജ് ബേസ്ഡ് ലൈറ്റിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഇമേജ് വേണമെങ്കിൽ ബ്രൗസ് ചെയ്ത് ഇതിൻ്റെ അകത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇമേജിൽ നിന്നായിരിക്കും അത് ബ്രൗസ് ആവുന്നത്. അത്രേ ഉള്ളൂ. ഓക്കെ, അത് 3D കൺസെപ്റ്റ് അത്രയും പിടുത്തമില്ലാത്തതുകൊണ്ടാണ് അത് കറക്റ്റായിട്ട് മനസ്സിലാവാത്ത. ഇമേജ് ബേസ്ഡ് ലൈറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഉദാഹരണത്തിന് ഞാൻ പറയാം, ഇപ്പോൾ ഒരു കാറിന്റെ ഒരു 3D വർക്കാണ് നമ്മൾ ചെയ്യണമെന്ന് വിചാരിക്കും, ഒരു കാറ്. അപ്പം നിങ്ങൾക്ക് ആ കാറിന് നോർമലി നമ്മൾ ഒരു റിയൽ ലൈഫിൽ ഒരു കാർ ഒരു സ്ഥലത്ത് ഒതുക്കിയിടുന്ന സമയത്ത് ആ കാറിന്റെ കളർ മാത്രമല്ല കാണുന്നത്, വേറെ എന്ത് കാണും അതിൻ്റെ അകത്ത്? ഒരു ഉച്ചയ്ക്കാണ് ഒതുക്കിയിടുന്നതെന്ന് വിചാരിക്കുക, ഒരു കാറ്, ഒരു ചുവപ്പ് അല്ലെങ്കിൽ ഒരു നീല കളറുള്ള ഒരു കാറ്. അതിൻ്റെ അകത്ത് വേറെ എന്ത് കാര്യങ്ങളും കൂടെ വരും ആ കാറിൻ്റെ അകത്ത്? ആ കാറിൻ്റെ അകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ആ എൻവയോൺമെന്റിന്റെ അകത്തുള്ള ട്രീ ഉണ്ടെങ്കിൽ ട്രീയിൽ ഒരു റിഫ്ലക്ഷൻ കാണും, ഇല്ലേ? നമ്മളെ ചുറ്റുമുള്ള എന്തൊക്കെ ഒബ്ജക്ട്സ് ഉണ്ട് അതിനെല്ലാം അതിൻ്റെ അകത്ത് റിഫ്ലക്ഷനും കാണും. ആ ഒരു റിഫ്ലക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോർമലി എന്ത് കൊടുക്കുന്നത്? ഇമേജ് ബേസ്ഡ് ലൈറ്റിംഗ് കൊടുക്കുന്നത്. അതാകുമ്പോൾ ആ ഒരു റിഫ്ലക്ഷനും കൂടെ നമുക്ക് അതിൽ കിട്ടും. അപ്പോൾ ലൈറ്റ് സോഴ്സ് ഏതായിരിക്കും? ഇമേജ് എന്നുള്ള ലൈറ്റ് സോഴ്സ് ആയിരിക്കും. അപ്പോൾ ഒബ്വിയസ്ലി അതിൻ്റെ അകത്ത് എന്ത് കിട്ടും? ഒരു റിഫ്ലക്ഷൻ കൂടെ അതിൻ്റെ അകത്ത് കിട്ടും. അതാണ് ഇമേജ് ബേസ്ഡ് ലൈറ്റിംഗ്. പിടി കിട്ടിയോ? അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഞാൻ ഇതൊന്ന് ലോഡ് ചെയ്തിട്ട് ഈ ഇമേജ് തന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് ലോഡ് ചെയ്തിട്ട് ഇതിൽ ഞാൻ എമിറ്റ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം തൽക്കാലം അതിലോട്ട് പോകണ്ട, അത് കുറച്ച് കൺഫ്യൂഷൻ ആവും. ഇതിപ്പോൾ ഇപ്പം തൽക്കാലം ഇത്ര മനസ്സിലാക്കിയത് ഈ ഇമേജ് വെച്ചാണ് ഇതിപ്പം എന്ത് ചെയ്യുന്നത്, എമിറ്റ് ചെയ്യണം എന്നുള്ള കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. കാരണം അതിന് ഞാൻ വേറൊരു കാര്യം ഇപ്പം ഞാൻ കാണിച്ചു തരാം എന്താണ് കാരണം. അപ്പോൾ ഈ ലൈറ്റ് സോഴ്സ് മനസ്സിലായാലും ഇതിന് ജസ്റ്റ് ഒരു ലൈറ്റ് സോഴ്സ് മാത്രമാണെന്ന് മനസ്സിലാക്കുക തൽക്കാലം. ഏതാണ്? ലൈറ്റ് സോഴ്സ് മാത്രമാണ്. അതായത് ഇപ്പം നമ്മൾ ഇമേജ് ഇത് ഓൺ ആക്കി ഇടുന്ന സമയത്ത് ഇതിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ലൈറ്റ് സോഴ്സിലാണ് ഈ കളർ കൂട്ടുമ്പോൾ കയറി പോണത്. ആ ഒരു ഇമേജിൽ നിന്ന് വരുന്ന ലൈറ്റ് സോഴ്സാണ് ഇതിൽ കയറി പോകുന്നത്. ഓക്കെ, ഷാഡോ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ തന്നെ പർട്ടിക്കുലർ ഷാഡോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ ഇതങ്ങ് ഓഫ് ചെയ്യാം, ഓണായി എന്നാലും കുഴപ്പമില്ല. ഓക്കെ, ഇനി ഈ പറഞ്ഞ എന്തൊക്കെ മെറ്റീരിയലാണ് ഈ ടെക്സ്റ്റിൻ്റെ അകത്ത് അവർ അപ്ലൈ ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. അതിപ്പോൾ നമുക്ക് ഇതിനെ അങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ നമുക്ക് മെറ്റീരിയൽ എന്ന് പറഞ്ഞ സംഭവം ഞാൻ പറഞ്ഞ ഈ ഒരു പേര് ഉണ്ടല്ലോ, ഈ ഒരു പേര് ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് മെറ്റീരിയൽസ് ഉണ്ട്. ഞാൻ കൺട്രോൾ ഹോൾഡ് ചെയ്ത് എല്ലാ മെറ്റീരിയൽസിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് കണ്ട മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി വന്നു കേട്ടോ, മെറ്റീരിയൽ. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ഇതിൻ്റെ അകത്തുണ്ട്. ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് മെറ്റീരിയൽ ആണെങ്കിലും ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ്. ഹാങ് ആണ് കുറച്ച്, ട്രാൻസ്പാരൻസി ഉണ്ട്, എല്ലാ ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ഉണ്ട്. ഗ്ലാസ് ടൈപ്പ് മെറ്റീരിയൽ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ഒരുപാട് നമുക്ക് അവർ ഡീഫോൾട്ടായിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ്. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ആണെങ്കിൽ ഈ ഒരു മെറ്റീരിയൽ. ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു മെറ്റീരിയലാണെന്ന് വിചാരിക്കുക. ആ മെറ്റീരിയലിനെ തന്നെ നമുക്കോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. മെറ്റീരിയലിൻ്റെ ഷൈന് കൂട്ടാൻ പറ്റും, അതിനെപോലെ റിഫ്ലക്ഷൻ കൂട്ടാൻ പറ്റും. ഓക്കെ, റഫ്നെസ് കൂട്ടാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഡിഫ്യൂസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കളർ മാറ്റിക്കഴിഞ്ഞാൽ ഡിഫ്യൂസിൻ്റെ കളർ മാറും. അതുപോലെ തന്നെ സ്പെക്കുലർ ആണെങ്കിൽ ആ ഒരു തിളക്കത്തിൻ്റെ ആ സ്ഥലത്ത് കളർ മാറും. വളരെ മൈന്യൂട്ടായിട്ടായിരിക്കും അത് മാറുന്നത്. ഷൈനും കാര്യങ്ങളൊക്കെ നമുക്ക് കൂട്ടിയാലും കുറച്ചാലും നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഇത് മെറ്റീരിയൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. മെറ്റീരിയൽ അത് നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന മെറ്റീരിയലായിട്ടുള്ള ബന്ധപ്പെടുത്തുള്ള സംഭവങ്ങളാണ്. ഓക്കെ, ഇതാണെങ്കിൽ ഈ കളർ കൊടുത്ത് ഇതുമായിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള നമുക്ക് ട്വീക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഡിഫ്യൂസ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും, സ്പെക്കുലർ ഇതായിരിക്കും. ഓരോ കളറിനും ഓരോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സംഭവങ്ങളായിരിക്കും വരുന്നത്. കണ്ടോ, ഡിഫ്യൂസ് നമ്മൾ നേരത്തെ ആ വലിയ രീതിയിലുള്ള കളറല്ല കൊടുത്തത്, അതുകൊണ്ട് അത് മാറിയിട്ടുമില്ല ഡിഫ്യൂസ്. മറ്റേത് മാറിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഡിഫ്യൂസ് പ്രോപ്പറായിട്ട് മാറിയിട്ടുണ്ടെന്ന്. ഓക്കെ, ഇത് ക്ലിക്ക് ചെയ്യുമ്പം ആ ടൈപ്പ് ഓഫ് ഡിഫ്യൂസ്, ഇതാകുമ്പം ഇത് ടൈപ്പ് ഓഫ്. ഇതിൻ്റെ കളർ വേണമെങ്കിൽ നമുക്ക് മാറ്റാം. അങ്ങനെ കളർ മാറ്റി കഴിഞ്ഞാൽ അത് വേണമെന്നുണ്ടെങ്കിൽ അത് മാത്രം നമുക്ക് കൂട്ടാം. അതിൻ്റെ ഷൈനെസ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിടികിട്ടുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ മെറ്റീരിയൽസിൻ്റെ ഓപ്ഷൻസ് എടുക്കേണ്ടത്. ഇത് മെറ്റീരിയലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സംഭവങ്ങളാണ്. ഞാൻ പറഞ്ഞു ക്യാമറ ഉണ്ട്, ലൈറ്റ് ഉണ്ട്, പിന്നെ ഒന്നുണ്ട് ലൈറ്റ്, ക്യാമറ, അങ്ങനെയുള്ള കാര്യങ്ങൾ.
ടെക്സ്റ്റ് അവൻ ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ലൈറ്റിൻ്റെ അകത്ത് ഇപ്പോൾ ഈ പോയിന്റ് ലൈറ്റ് ആണ്, കണ്ടോ, പോയിന്റ് ലൈറ്റ് ആണ് കിടക്കുന്നത്. കളറിന് ടെക്സ്റ്റിന് കളറുണ്ട്, നിങ്ങൾക്ക് കളർ ഓഫ് ലൈറ്റ് നിങ്ങൾക്ക് ട്വീക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഇപ്പോൾ 3D പ്രിന്റിങ് പ്രിവ്യൂ ലൈറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലൈറ്റ് ആയിരിക്കും വരുന്നത്. അതുപോലെ തന്നെ ബ്ലൂ ലൈറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ബ്ലൂ ലൈറ്റ്സ് ആയിരിക്കും വരുന്നത്. അതുപോലെ തന്നെ ഡേ ലൈറ്റ്സ് ആണെങ്കിൽ ഡേ ലൈറ്റ് ആയിരിക്കും വരുന്നത്. കളർ ഇഷ്ടമുള്ള കളർ നമുക്ക് ട്വീക്ക് ചെയ്യാം. അതങ്ങ് മാറിയതുണ്ടോ, പോയിന്റ് ലൈറ്റ് ആക്കിയാൽ മതി. ഇൻഫിനിറ്റ് ആവുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് ആ ഒരു എക്സ്ട്രാ ലൈറ്റ് സോഴ്സും കൂടെ വരുന്നത്. അതങ്ങ് പോയിന്റോ സ്പോട്ടോ ആക്കിയാലും മതി. ഇപ്പോൾ പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഒറ്റ ലൈറ്റ് മാത്രമേ കാണുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ പിന്നെ പ്രൈമറി കളേഴ്സ് അതിനനുസരിച്ചുള്ള ലൈറ്റ് സോഴ്സ് ലൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ പ്രൈമറി കളേഴ്സ്, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലൈറ്റ്സ് അതെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലൈറ്റ്സിൻ്റെ അകത്തുണ്ട്. അത് നമ്മൾ ട്വീക്ക് ചെയ്യുന്നതനുസരിച്ച് അത് അഡ്ജസ്റ്റ് ആവും. മനസ്സിലാവുന്നുണ്ടോ? ഇൻഫിൽ ലൈറ്റ് ഇപ്പോൾ ഇത് 3 എണ്ണം വന്നു. 3 ഇൻഫിൽ ലൈറ്റായിട്ട് ഇപ്പോൾ ഞാൻ ആഡ് ചെയ്തിരിക്കും. അത് നിങ്ങൾക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്ത് കളയാം, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്ത് ഇവിടെ നിന്ന് കളയാം. ഡിലീറ്റ് ഉണ്ട് ഇവിടെ. എന്തൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതെല്ലാം നമുക്കിവിടെ റിമൂവ് ചെയ്ത് കളയാൻ പറ്റും. ഓക്കെ, ഇത്രയും പിടികിട്ടിയല്ലോ. ഒരു 3D സീൻ ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ക്യാമറ വരും. നമുക്ക് വേണമെങ്കിൽ ഒരു ഡിഫോൾട്ട് ക്യാമറ ക്രിയേറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ടെക്സ്റ്റ് വരും. ടെക്സ്റ്റിന് നമുക്ക് ബെവലും കാര്യങ്ങളും എല്ലാം ചെയ്യാൻ പറ്റും. പിന്നെ ലൈറ്റ് സോഴ്സ് വരും. ഇത്രയും കാര്യങ്ങളാണ് നോർമലി ഒരു 3D ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്ന സംഭവങ്ങൾ. ഓക്കെ, അപ്പം ഞാൻ ഈ ലേയേഴ്സിലോട്ട് വന്നിട്ട് വീണ്ടും ഞാൻ അടിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് അതെല്ലാം അങ്ങ് പോയി. ഓക്കെ, ഇനി ഇത് റെൻഡർ ചെയ്യുക എന്ന് പറഞ്ഞൊരു പ്രോസസ്സാണ് ഇനി ഇതിൻ്റെ അകത്തുള്ളത്. റെൻഡർ ചെയ്യുക എന്നുള്ള പ്രോസസ്സ്. അതിന് നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. വീണ്ടും 3Dയിലോട്ട് വരണമെങ്കിൽ അടിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് 3Dയിലോട്ട് വരാം. ഇപ്പം നിങ്ങൾക്ക് ഇത് ഇത്ര പോരാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഫിൽ ലൈറ്റ് കംപ്ലീറ്റ് റിമൂവ് ചെയ്യാം കേട്ടോ. റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് റിമൂവ് ചെയ്യാം. ഈ ലൈറ്റ് കംപ്ലീറ്റ് നമുക്ക് റിമൂവ് ചെയ്യാം. വീണ്ടും ലൈറ്റ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ഇഷ്ടത്തിന് ഈ ലൈറ്റിനെയൊക്കെ നമുക്ക് ട്വീക്ക് ചെയ്ത് എടുക്കാൻ പറ്റും. ലൈറ്റിൻ്റെ പ്രോപ്പർട്ടീസ് വെച്ച് നമുക്ക് ലൈറ്റിനെ ട്വീക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അതിൻ്റെ ഇൻഫിനിറ്റ് മാറ്റിയിട്ട് നമുക്ക് പോയിന്റ് ആക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ട്വീക്ക് ചെയ്ത് വേണം. ഓക്കെ, ഷാഡോ വേണമെങ്കിൽ ഷാഡോ ഓൺ ചെയ്യുക. നേരത്തെ ഷാഡോ ഇല്ലായിരുന്നോ, ഷാഡോ ഓൺ ചെയ്യുക. ഷാഡോയുടെ തിക്നെസ് എത്രത്തോളം വേണം അത് കൂട്ടുക. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓൺ ആക്കിക്കൊള്ളുക. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ പോയിന്റ് ലൈറ്റ് ആയപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് സംഭവങ്ങൾ മാറി. വലിയ സോഴ്സ് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയി. ഓക്കെ, അതിൻ്റെ ഫോൾ ഓഫും കാര്യങ്ങളൊക്കെ ഓണായി. ഓഫ് ചെയ്യണമെങ്കിൽ ഇത് ഓഫ് ചെയ്യാം. എന്ന് വെച്ചാൽ കറക്റ്റ് 3Dയിൽ എങ്ങനെയാണ് അത്രയും സംഭവങ്ങളാണ് അതിൻ്റെ അകത്ത് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് ഞാൻ ഓഫ് ചെയ്തു. ഇനി ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ റെൻഡർ ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ഒറിജിനൽ ഔട്ട് കിട്ടുള്ളൂ. ഇതല്ല ആക്ച്വലി നിങ്ങളുടെ ഒറിജിനൽ ഔട്ട്. ഇപ്പം ഞാൻ ഇതിൽ പോയി കഴിഞ്ഞിട്ടേ ഞാൻ അടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അടിച്ചു കഴിഞ്ഞാൽ നേരെ നമ്മൾ ഏതിൽ പോകും, അടിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഇതല്ല നമ്മൾ ഒറിജിനൽ ഔട്ട് എന്ന് പറയുന്നത്. നമ്മൾ നല്ല ക്വാളിറ്റി ഔട്ട് വേണം. ക്വാളിറ്റി ഔട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ലെയറിൽ പോവുക. നമ്മളെ 3D ലെയറില്ലേ, 3D ലെയർ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്തിട്ട് റെൻഡർ 3D ലെയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. അത് കുറച്ച് ടൈം എടുക്കും. ഞാനിപ്പോൾ കൊടുക്കുക, എത്ര ടൈം എടുക്കുമെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ കൊടുക്കുകയാണ് 3D റെൻഡർ ചെയ്യാണ്. അത് ഡിപ്പെൻഡിങ് ഓൺ നമ്മുടെ മെമ്മറി അനുസരിച്ചാണ്. നല്ല ക്വാളിറ്റിയിൽ സംഭവം കിട്ടും, പക്ഷെ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഈ ഒരു ഫോട്ടോഷോപ്പിൻ്റെ 3D ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കൂടുതൽ അനിമേഷൻ, VFX, ഗെയിമിംഗ് റിലേറ്റഡ് ട്യൂട്ടോറിയൽസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.